തേയ്മാനം എന്ന് പറയുന്ന പ്രശ്നം, എല്ല് തേയ്മാനം അല്ലെങ്കിൽ എല്ലുകളുടെ പ്രശ്നം കമ്പാരിറ്റീവ്ലി പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളിലാണ് കാണുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് പ്രാരാബ്ദം. അതാണ് കാരണം. പ്രാരാബ്ദോ? ഒരു 30+ എത്തുമ്പോൾ പുരുഷന്മാർ പുറത്തെ കാര്യങ്ങൾ, ബിസിനസ് അല്ലെങ്കിൽ എന്താണ് അവരുടെ ജോലി, അതാണ് അവരുടെ പ്രാരാബ്ദം. അന്ന് സ്ത്രീകൾക്ക് വീടൊരു വലിയ ഭാരമായിട്ട് മാറും. ഭാരമായിട്ട് മാറില്ല, അവർക്ക് ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആവണം മക്കളുടെ പഠിപ്പ് കാര്യങ്ങൾ, വീട്ടിലെ അച്ഛനമ്മ, ഇവരുടെ വീട്ടിലെ കാര്യങ്ങൾ നടക്കണം, എല്ലാ ടെൻഷനും കൂടിയിട്ട് വരുന്നൊരു സമയമാണ്. അൺഫോർച്ചുനേറ്റ്ലി ആ ഏജിൽ തന്നെയാണ് ഇവർക്ക് ഹോർമോണൽ ചേഞ്ചസ് വരുന്നത്. ഈ ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് കാൽഷ്യം മെറ്റബോളിസത്തിനാണ്. ഒരു 30+ വരുമ്പോൾ ഈ കാൽഷ്യം മെറ്റബോളിസം, ഈ ഹോർമോണൽ ചേഞ്ചസ് കാരണം ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ വരും. ഇത് വന്നു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലുകളുടെ ബലം കുറയും. അന്ന് നേരത്തെ പറഞ്ഞ പ്രാരാബ്ദം കാരണം അവരുടെ കാര്യം നോക്കാതെ ബാക്കി വീട്ടിലെല്ലാവരുടെ കാര്യം, രാവിലെ തൊട്ട് അടുക്കളയിൽ നിൽക്കുന്നു, ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലിക്ക് ഓടുന്നു, ഇതൊക്കെ കൂടി ആകുമ്പോൾ അത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തന്നെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. മസിൽസ് വീക്കാവും. മസിൽസ് വീക്കായി കഴിഞ്ഞാൽ ജോയിൻറ്റ്സ് തമ്മിൽ അടുക്കും. ജോയിൻറ്റ്സ് തമ്മിൽ അടുത്തതുകൊണ്ട് മാത്രം തേയ്മാനം വരില്ല, പക്ഷേ അടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ജോയിൻറ്റിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഫ്ലൂയിഡ് ഇല്ല, അല്ലെങ്കിൽ എല്ലുകൾക്ക് ബലമില്ല, രണ്ടും തമ്മിൽ റബ്ബ് ചെയ്ത് തുടങ്ങുമ്പോൾ പെട്ടെന്ന് തേയ്മാനം സംഭവിക്കുന്നു. അതുകൊണ്ടാണ് ഹോർമോണൽ ചേഞ്ചസ് ആണ് വില്ലൻ എന്ന് പറയുന്നത്. 30+ നമ്മൾ വൈറ്റമിൻ ഡി, കാൽഷ്യം, തൈറോയിഡ് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് കൊടുക്കുക. വീട്ടിലെ പ്രാരാബ്ദത്തിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വർക്കൗട്ടിനുള്ള സമയം കാണുക, എക്സസൈസ്. സ്വന്തം ശരീരം നോക്കുക. എക്സാക്ട്ലി. സ്വന്തം ശരീരം നോക്കിയാലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അതെ.